ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് ക്രിസ്മസ് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള 5ാം ക്ലാസ്സിൻ്റെ മാത്സിലെ ക്വസ്റ്റ്യനും ആൻസേഴ്സും ആണ് കേട്ടോ. ഒന്നാമതായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഫ്രാക്ഷൻ ഡസ് ദ കളേർഡ് പാർട്ട് ഇൻ ദ ഫിഗർ റെപ്രസെൻറ്റ്. ഇവിടെ കളർ ചെയ്തിട്ടുള്ള ഭാഗം ഫ്രാക്ഷനിൽ എഴുതുകയാണെങ്കിൽ എത്ര ഭാഗമാണ് എത്രയാണ്? ഒന്നാമത്തത് എത്രയാണ്? 2 ഭാഗങ്ങളാക്കിയിട്ടുണ്ടല്ലേ. എന്നിട്ട് അതിനെ 2 പാർട്ടാക്കിയതിൽ 1 ആണ് കളർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2, 2ൽ 1 ആണ്. ഇനി സെക്കൻഡ് 3 പാർട്സ് ആക്കിയിട്ടുണ്ട്, അതിൽ 1 ആണ് കളർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1/3. പിന്നെയോ 4 പാർട്സ് ആക്കിയിട്ടുണ്ട്, അതിൽ 1 ആണ്. അപ്പോൾ 1/4. പിന്നെ 6 അല്ലേ, 1 2 3 4 5 6 പാർട്സ് ആക്കിയിട്ടുണ്ട്, അതിൽ 1 ആണ് കളർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1/6. പിന്നെ അടുത്തത് എത്ര പാർട്സ് ആക്കിയിട്ടുണ്ട്? 8 പാർട്സ് ആക്കിയിട്ടുണ്ട്, അതിൽ 1 ആണ് കളർ കൊടുത്തിട്ടുള്ളത്. അപ്പം 1/8 ആണ് വരിക. പിന്നെ ഇപ്പുറത്തെ ഫസ്റ്റ് ഏതാണ്? 5 പാർട്സ് ആക്കിയിട്ടുണ്ട്, അതിൽ 4 കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ എഴുതുക? 4/5 ആണ് അല്ലേ. പിന്നെ യെല്ലോ അടുത്തത് 1 2 3 4 5 6 പാർട്സ് ആക്കിയിട്ടുണ്ട്, അതിൽ 2 ആണ് കളർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2/6. പിന്നെയോ 4 8 അല്ലേ, 8 പാർട്സ് ആക്കിയിട്ടുണ്ട്, അതിൽ 2 ആണ് കളർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2/8. പിന്നെ 4 പാർട്സ് ആക്കിയിട്ട് അതിൽ 3 കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3/4. പിന്നെയോ 6 പാർട്സ് ആക്കിയിട്ടുണ്ട്, അതിൽ 5 കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 5/6. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം വരാനായിട്ട് ചാൻസ് ഉള്ളത്, ഷെയ്ഡ് ദ ഇൻഡിക്കേറ്റഡ് പാർട്ട് ഓഫ് ഈച്ച് ഫ്രാക്ഷൻ. ഇവിടെ ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്, ചിത്രവും തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഫ്രാക്ഷനിലുള്ളതുപോലെ കളർ ചെയ്യുക. അപ്പോൾ സിമ്പിളാണ് കേട്ടോ. ഒന്നാമത്തെ ചിത്രത്തിൽ 1/5 ആണല്ലേ. അപ്പോൾ 5 പാർട്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ മുകളിൽ എത്രയാണോ ഉള്ളത് അത്ര കളർ കൊടുക്കുക. അപ്പോൾ 1 ആണുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു 1 പാർട്ടിന്, ഏതെങ്കിലും ഒരു പാർട്ടിന് നിങ്ങൾ ഷെയ്ഡ് ചെയ്യാം. താഴെ 3/5 ആണ്. അപ്പം നിങ്ങൾ എത്ര എണ്ണത്തിന് കളർ കൊടുക്കും? 3 പാർട്സിന് കളർ കൊടുക്കുക. പിന്നെ അതിൻ്റെ താഴെ 5/6 ആണ്. അപ്പോൾ 6 പാർട്സ് ആക്കിയിട്ടുണ്ട്, അതിൽ 5ന് നിങ്ങൾ കളർ കൊടുക്കുക, ഒന്ന് ഒഴിച്ചിടുക. പിന്നെ 3/4 ആണ്. അപ്പോൾ 4ൽ 3ക്ക് കളർ കൊടുക്കുക. എപ്പോഴും മുകളിലുള്ള ആ ഒരു പാർട്ടിന് മാത്രം കളർ കൊടുക്കുക അല്ലേ. 1/3ൽ 1 മാത്രം കളർ കൊടുക്കുക. പിന്നെ 1/2ലാണെങ്കിലോ അതിലൊരു ഭാഗത്ത് കളർ കൊടുക്കുക. 2/6 ആണെങ്കിൽ 6 പാർട്സ് ഉണ്ട്, അതിൽ 2 ഭാഗത്ത് കളർ കൊടുക്കുക. അടുത്തത് 1/4 ആണ്. അപ്പോൾ 4 പാർട്സ് ഉണ്ട്, അതിൽ 1 ആണല്ലേ മുകളിലുള്ളത്. അപ്പോൾ 1 ഭാഗത്ത് അല്ലേ 1 പാർട്സിന് കളർ കൊടുക്കുക. 2/3ൽ 2 പാർട്സിന് കളർ കൊടുക്കുക. 2/4ൽ അതുപോലെ തന്നെ 4ൽ 2 പാർട്സിന് കളർ കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കളർ കൊടുത്ത് കാണിക്കുന്നില്ല കേട്ടോ, സിമ്പിൾ അല്ലേ ഇത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഫിൽ ഔട്ടാണ്. ഇത് ഞാൻ ബോർഡിലൊന്ന് ചെയ്ത് കാണിക്കാം. ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എത്രയാണ്? 1/2ന് ഈക്വൽ ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ മാർക്കാണ്, ഇവിടെ നമ്പർ കണ്ടുപിടിക്കണം. -/4 അതിന് ഈക്വൽ ആണ് 5/- അല്ലേ. അപ്പോൾ 1/2ന് ഈക്വൽ ആണ് ഇതെന്ന് പറഞ്ഞാൽ സെയിം ആണ്, സമമാണ് അല്ലേ. അപ്പോൾ 2ൽ 1 ആണ്, 1/2 പറയുമ്പോൾ ഹാഫ് ആണ്. ഇനി അപ്പോൾ നമ്മൾ ഇവിടെ ഏതാണ് സംഖ്യ എന്ന് കണ്ടുപിടിക്കാൻ ഇതും തമ്മിൽ എന്താണ് ബന്ധം? ഇതിന് എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് 4 കിട്ടുന്നത്? 2നെ എന്ത് ചെയ്യുമ്പോഴാണ്? 2നെ 2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് 4 കിട്ടുന്നത് അല്ലേ. അപ്പോൾ അതേ സെയിം നമ്മൾ മുകളിലും ചെയ്യാം. 1 × 2 എത്രയാണ്? 2 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ 2 കിട്ടി. അപ്പോൾ 1/2ന് സെയിം ആണ് 2/4. അതായത് 2ൻ്റെ പകുതി മുകളിൽ, 4ൻ്റെ പകുതി മുകളിൽ അല്ലേ, അങ്ങനെ വരും. ഇനി നമുക്ക് 5ൻ്റെ താഴെ കണ്ടുപിടിക്കണം. ഇനി ഇവിടെ 1 തന്നിട്ടുണ്ട്, 2 തന്നിട്ടുണ്ട്. ഈ 1/2ന് സെയിം ആണല്ലേ ഇവിടെ 5/- തന്നിട്ടുള്ളത്. അപ്പോൾ 1ന് എന്ത് ചെയ്യുമ്പോഴാണ് 5 കിട്ടുന്നത്? ഗുണിക്കുമ്പോഴാണ് അല്ലേ. ഏത് കൊണ്ട് ഗുണിക്കണം? 1നെ 5 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് ഇവിടെ 5 കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 2നെ 5 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 10 കിട്ടും അല്ലേ. അപ്പോൾ മൊത്തത്തിൽ വരുന്ന സമയത്ത് താഴെയുള്ള നമ്പറിൻ്റെ പകുതിയാണ് മുകളിൽ വരുന്നത്. മനസ്സിലായോ? ഇനി ഇവിടെ 4/8ന് ഈക്വൽ ആണ് -/4. പിന്നെയോ -/16 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ
ഈ 2ഉം ഈ 4ഉം തമ്മിലുള്ള ബന്ധം നോക്കിയപ്പോൾ 2വിനെ 2 കൊണ്ട് ഗുണിച്ചാലാണ് 4 കിട്ടുക എന്ന് മനസ്സിലായി. ഇവിടെ പക്ഷേ 8നെ 4 കിട്ടണമെങ്കിൽ ഏത് കൊണ്ട് ഗുണിച്ചാൽ കിട്ടുമോ? ഇല്ലല്ലേ. 8ൻ്റെ പകുതിയാണ് 4 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പകുതി കാണണമെങ്കിൽ ഏത് കൊണ്ട് ഹരിക്കണം? 2 കൊണ്ട്. ഗുണിച്ചാൽ പറ്റൂല, 2 കൊണ്ട് 2 കൊണ്ട് ഹരിക്കുക, ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്രയാണ്? 8 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 4 ആണ്. അപ്പോൾ നമ്മൾ മുകളിലും സെയിം ചെയ്യുക. 4നെ ഡിവൈഡ് ചെയ്യുക 2 കൊണ്ട്. അപ്പോൾ എത്രയാ? എത്ര 4 ആണ്? 2 2 അല്ലേ? 2 ആണ്. അപ്പോൾ 2/4 കിട്ടി. ഇനി ഡാഷ് ബൈ 16 ഉണ്ട്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഈ 8ന് 16 ആവണമെങ്കിൽ 8ഉം 16ഉം തമ്മിലുള്ള ബന്ധം എത്രയാണ്? 8നെ 2 കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്താണ് 16 കിട്ടുന്നത്. അപ്പോൾ 4നെയും അതുപോലെ തന്നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ എത്രയാണ്? 8 ആണ്. അപ്പോൾ സിമ്പിളായിട്ട് നോക്കുന്ന സമയത്ത് താഴെയുള്ളതിൻ്റെ ഈ പകുതിയാണ് മുകളിൽ വരുന്നത്. അടുത്ത ചോദ്യം വരുന്നത് ഡ്രോ എ സ്ക്വയർ ഹൂസ് സൈഡ്സ് ആർ 6 cm ആൻഡ് 4 cm. മേക്ക് 2/3 ഓഫ് ദ സ്ക്വയർ റെഡ് ആൻഡ് 1/3 ഗ്രീൻ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? 6 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററും സൈഡായിട്ട് വരുന്ന ഒരു സ്ക്വയർ വരയ്ക്കുക. അതിനുശേഷം 2/3 അതിൻ്റെ ആ ഒരു സ്ക്വയറിൻ്റെ 2/3 ഭാഗം റെഡ് കളറും 1/3 ഗ്രീൻ കളറും കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് 6ഉം 4ഉം ഉള്ള ഒരു ചതുരം വരയ്ക്കാനാണ്. അപ്പോൾ ഇവിടെ 6, ഇവിടെ 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ 6 മക്കൾ സ്കെയിലിലെടുക്കുക. എന്നിട്ട് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് ഈ ഭാഗം 4 സെൻറ്റിമീറ്ററും ഈ ഭാഗം 4 സെൻറ്റിമീറ്ററും വരയ്ക്കുക. അതിനുശേഷം മുകളിൽ യോജിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്വയർ തന്നിട്ട് നമ്മുടെ ചോദ്യം എന്താണ്? ഇതിൽ 2/3 2/3 അല്ലേ? 2/3 എന്താണ്? റെഡ് കളറ് കൊടുക്കണം. അപ്പോൾ 2/3 എന്ന് പറയുമ്പോൾ ഈ താഴെയുള്ള നമ്പർ അത്രയും ഭാഗങ്ങളാക്കണം ഈ ഒരു സ്ക്വയറിനെ. അപ്പോൾ ഈ 4നെ തുല്യമായിട്ടുള്ള 3 ഭാഗങ്ങളാക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? 3 പാർട്സ് ആക്കാൻ പറ്റില്ല. പക്ഷേ 6നെ നമുക്ക് 3 പാർട്സ് ആക്കാം. എങ്ങനെ? 2 2 2 അല്ലേ? പിന്നെ 3 പ്രാവശ്യം അല്ലേ? 3 × 2 ആണ് 6 വരുന്നത്. അപ്പോൾ നമുക്ക് അത് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ റഫായിട്ട് വരയ്ക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ 2 2 2 അങ്ങനെ. അപ്പോൾ ഇതിൽ 3 ഭാഗമാക്കിയതിൽ 3 പാർട്സ് ആക്കിയതിൽ എത്ര എണ്ണമാണ് റെഡ് കളർ കൊടുക്കേണ്ടത്? 2 ആണ് അല്ലേ? അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങൾ 2 പാർട്സ് നമ്മൾ എന്ത് ചെയ്യുക? റെഡ് കളറ് കൊടുക്കുക. പിന്നെ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? 1/3 ഗ്രീനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ 3 പാർട്സ് ആക്കിയതിൽ 1 ആണിത്. അത് നമ്മൾ ഏത് കളറ് കൊടുക്കണം? ഗ്രീൻ കളർ കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ വരയ്ക്കേണ്ട. ഇവിടെ റെഡ് കളർ കൊടുക്കുക. ഇവിടെ ഒരു ഭാഗത്ത് 3 ഭാഗമാക്കിയതിൽ 1ൽ ഗ്രീൻ കളറും കൊടുക്കുക. അടുത്ത ചോദ്യം ഡ്രോ എ സ്ക്വയർ ആൻഡ് ഡിവൈഡ് ഇറ്റ് ആസ് ഷോൺ ബിലോ. അപ്പോൾ നിങ്ങളൊരു സ്ക്വയർ വരച്ചിട്ട് ഇതുപോലെ ഡിവൈഡ് ചെയ്യുക. അതിനുശേഷം കളർ 1/8 ഓഫ് ദ സ്ക്വയർ വിത്ത് റെഡ്. അപ്പോൾ ഇതിലുള്ള 1/8 ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക? റെഡ് കളറ് കൊടുക്കുക. 1/4 വിത്ത് ഗ്രീൻ, 1/4 ഗ്രീന്, 1/2 വിത്ത് ബ്ലൂ. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ? അപ്പം ഞാനിവിടെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. 1/8 റെഡ് കളറാണ്, 1/4 ഗ്രീൻ കളറാണ്, 1/2 ബ്ലൂ കളറാണ്. അപ്പോൾ മക്കൾ ആൻസർ പേപ്പറിലേക്ക് ഈ ഒരു സ്ക്വയർ വരയ്ക്കണമെങ്കിൽ എങ്ങനെയാണ് വരയ്ക്കുക? ആദ്യം ഇതുപോലെ ഒരു സ്ക്വയർ വരയ്ക്കുക. അപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്യേണ്ടത് 8 ഭാഗങ്ങളായിട്ടില്ലേ? 8 ഭാഗങ്ങളാക്കിയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്കെയിൽ വെച്ച് വരയ്ക്കണേ മക്കൾ. ആദ്യം ഇവിടുന്ന് ഇവിടേക്ക് തെറ്റാതെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാ 2 ഭാഗം ഇങ്ങോട്ട് 2 വര വരയ്ക്കുമ്പം തന്നെ ഇവിടെ വളയണ്ട. ഇപ്പോൾ നോക്കിക്കേ. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടും. അപ്പോൾ 8 ഭാഗങ്ങളായില്ലേ? അപ്പോൾ നമ്മളോട് ആദ്യം തന്നെ 1/8 റെഡ് ആണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1/8 എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് അറിയാം. ഒരു സ്ക്വയറിനെ 8 ഭാഗങ്ങളാക്കി 8 ഭാഗങ്ങളാക്കി തിരിച്ചതിൽ 1 8ൽ 1. അപ്പോൾ അത് റെഡ് കളർ കൊടുക്കുക. ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് റെഡ് കൊടുക്കുക. പിന്നെന്താ ചോദിച്ചിട്ടുള്ളത്? 1/4 ഗ്രീന്. അതായത് 4ൽ 1 ആണ്, 4ൽ 1 ആണ്.
4ൽ 1 എന്ന് പറയുമ്പോൾ ഇത് 8 ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. പക്ഷെ അത് വേണ്ട, 4 ഭാഗങ്ങൾ മതി. അപ്പോൾ 8 ഭാഗങ്ങളാക്കി എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എളുപ്പത്തിന് മനസ്സിലാകാൻ വേണ്ടി പറയാണ്, ഇത് 2 എണ്ണം ഒന്നാക്കി മനസ്സിൽ കണക്ക് കൂട്ടുക. ഇത് 1 2 3 4 അല്ലേ? 8ൻ്റെ പകുതിയാണ് 4. ആ 4ൽ 1 ഭാഗം. അപ്പോൾ എത്ര എണ്ണം ഉണ്ടാവും? 2 എണ്ണം ഉണ്ടാവൂലേ? ഇതും ഇതും അല്ലേ? ഇതും ഇതും, അങ്ങനെ ഏതെങ്കിലും 2 എണ്ണം നിങ്ങൾക്ക് ഗ്രീന് കൊടുക്കാം. ഗ്രീനാണ്, ഗ്രീന് കൊടുക്കാം. മനസ്സിലായ മക്കൾക്ക്? എങ്ങനെയാ വെച്ചാൽ 4 ഭാഗങ്ങളാണ് ആക്കേണ്ടത്. 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് 1 ആയിട്ടാണ് കൂട്ടുക. 2 എണ്ണം, ഇവിടെ 2 എണ്ണം 1, ഇവിടെ 2 എണ്ണം 1, ഇവിടെ 2 എണ്ണം 1. അപ്പോൾ 4ൽ 1 എന്ന് പറയുമ്പോൾ ഇതാ 1 ഭാഗമല്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ വേറെ രീതിയിൽ പറഞ്ഞുതരാം. 1/4നെ 1/8 ആക്കണമെങ്കിൽ 4ന് എന്ത് ചെയ്താലാണ് 8 ആവുക? 2 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് അല്ലേ? 4 × 2 ആണ് 8. അപ്പോൾ നമ്മൾ അതേ സെയിം പ്രോസസ്സ് ഇവിടെ ചെയ്യുക. 1നെ 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഇവിടെ എത്ര വരും? 1 × 2 2 ആവും അല്ലേ? അപ്പം നമ്മൾ 2 ഡിവൈഡ് ചെയ്ത 2 പാർട്സിന് നമ്മൾ കളറ് കൊടുക്കാം. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? 1/2 ബ്ലൂ. 1/2 എന്ന് പറയുമ്പോൾ താഴെയുള്ള ഈ 2 ഭാഗങ്ങളാണ് ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. 2 ആണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാ നോക്കിക്കേ, ഇത്രയും ഭാഗം 1 ആയിരിക്കും, ഇത്രയും ഭാഗം 2 ആയിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 2 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ അങ്ങ് മനസ്സിൽ നിന്ന് മാച്ചിട്ട് ആകെ നമ്മുടെ മനസ്സിൽ ഈ ഒരു ലൈന് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇതിൻ്റെ മുകൾ ഭാഗം 1 ആണ്, താഴെ ഭാഗം 1 ആണ്. 2 ഭാഗം ആക്കിയിട്ടല്ലേ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇവിടെ ഒക്കെ ബ്ലൂ കൊടുക്കാം. ബ്ലൂ ബ്ലൂ ബ്ലൂ. അപ്പോൾ 4 ഭാഗത്ത് ബ്ലൂ കൊടുക്കുക. എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഈ സ്ക്വയറിനെ 2 ഭാഗങ്ങളാക്കിയതിൽ 1 ഭാഗം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2ൽ 1. അപ്പോൾ ഇവിടെ 8 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് നമ്മുടെ മനസ്സിൽ നമ്മൾ വിട്ടേക്കാം. നമ്മുടെ മനസ്സിൽ എന്താണ്? 2 ആയിട്ടാണ് നമ്മളിവിടെ കാണേണ്ടത്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഈ രീതിയിൽ ഒന്നുകൂടെ നോക്കാം. 1/2നെ പിന്നെ 1/8 തമ്മിലുള്ള എന്ത് ചെയ്താലാവുകയെന്ന്. 2നെ എന്ത് ചെയ്യുമ്പോഴാണ് 8 ആവുന്നത്? 2നെ 4 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് 8 ആവുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഈ 1നെയും 4 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ ഇവിടെ എത്രയായി? 4 ആയി. അപ്പോൾ ആ ഒരു 4 ആയിട്ടുള്ള പിന്നെ ബോക്സിലല്ലേ, നമ്മൾ കള്ളികളിലല്ലേ നമ്മൾ കളറ് കൊടുക്കുന്നത്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഏതാണ് മനസ്സിലാവുന്നത് വെച്ചാൽ ആ രീതിയിൽ ചെയ്യാം. ഇതേ അളവുകളൊന്നല്ല തരിക, ഏകദേശം ഒരു രൂപമാണ് കേട്ടോ. അപ്പോൾ മക്കൾ മനസ്സിലാക്കി വെക്കുക. അടുത്തത് ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. റൈറ്റ് ദെയർ ഫ്രാക്ഷൻ ഫ്രം ദ ഗിവൺ ഫിഗേഴ്സ്. അപ്പോൾ നിങ്ങൾ ചിത്രം നോക്കിയിട്ട് മിക്സഡ് ഫ്രാക്ഷനിൽ എഴുതാനാണ് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് ഒരു കളറിങ് ചെയ്ത ഒരു വട്ടമാണെങ്കിൽ, ഒരു സർക്കിൾ ആണെങ്കിൽ നിങ്ങൾ അതിനെ 1 എന്നാണ് പറയുക. ഒരു ദോശ അല്ല ഒരു പൊറോട്ട അങ്ങനെയൊക്കെ മനസ്സിൽ കണ്ടാൽ മതി. അപ്പോൾ 1 2 അല്ലേ? 1 2 3 അല്ലേ? അത് ഓരോന്നും 1 1 1 ആണ് കേട്ടോ. പിന്നെ 4-മത്തത് ഏതാണ്? ഇത് 1 ആണ്, ഇത് 1 ആണ്, ഇതും 1. ഇത് വരുമ്പോഴോ ഇത് എത്ര ഭാഗമാക്കിയിട്ടുണ്ട്? എത്രയായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? 1 2 3 4. അപ്പോൾ 4ൽ എത്ര എണ്ണമാണ് കളറ് കൊടുത്തിട്ടുള്ളത്? 1 ആണ് അല്ലേ? അപ്പോൾ 1/4 ആണ് ഇവിടെ. അപ്പോൾ മൊത്തം എത്രയായി? 1 2 3 3 1/4. അപ്പോൾ ആൻസർ എത്രയാണ്? 3 1/4. സിമ്പിളാണല്ലേ? ഇനി അടുത്തത് നോക്കിക്കേ. ഇത് 1 അല്ലേ? മുഴുവനായിട്ടുള്ളത് കൊണ്ട് 1 2 3. പിന്നെ ഇതോ എത്ര ഭാഗമാക്കിയിട്ടുണ്ട്? 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2ൽ 1 ആണ് കളറ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2. അപ്പം നമുക്ക് എത്രയാണ്? 1 2 3 3 1/2. നമുക്ക് ആൻസർ എഴുതാം 3 1/2. പിന്നെ അടുത്തതോ 1 1 1
1 ഇത് എത്ര ഭാഗമാക്കിയിട്ടുണ്ട്? എത്രയായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? 1 2 3 4 5 അല്ലേ? 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലൊരു 1 ഭാഗമാണ് കളർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 5ൽ 1. അപ്പോൾ എത്രയാണ്? 1 2 3 4 പിന്നെ 4 1/5 4 1/5 അത് എഴുതാൻ സിമ്പിൾ അല്ലേ? പിന്നെ 1 2 ഇനി ഇതെത്ര ഭാഗമാക്കിയിട്ടുണ്ട്? 8 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 2 എണ്ണമാണ് 2 ആണ് കളർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1 1 2/8 അങ്ങനെ വന്നാൽ നമുക്കൊക്കെ സിമ്പിളായിട്ട് എഴുതാൻ കഴിയല്ലോ. അപ്പോൾ 1ഉം 1ഉം 2 പിന്നെ 2/8 8 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 2 ഭാഗമാണ് കളർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഏത് വന്നാലും മനസ്സിലാവുമല്ലോ. അപ്പോൾ 5 ആണ് മുഴുവനോടുള്ള വെച്ചാൽ 5 ഇവിടെ പിന്നെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 3 ആണ് കളർ കൊടുത്തിട്ടുള്ളതെങ്കിൽ 3/5 എത്രയാണോ കളർ കൊടുത്തിട്ടുള്ളത് അത് മുകളിൽ എഴുതുക. താഴെ എത്രയായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അത് എഴുതുക. അപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാക്കല്ലോ. അടുത്ത ചോദ്യം ഫില്ലപ്പ് ദ ബ്ലാങ്ക്സ് ആണ്. ഇവിടെ 1 ഹവർ തന്നിട്ടുണ്ട്. അത് എത്ര മിനിറ്റ്സ് ആണെന്ന് എഴുതണം. അതുപോലെ തന്നെ 1 ഹവർ എത്ര സെക്കൻഡ് ആണെന്ന് എഴുതണം. പിന്നെ 180 മിനിറ്റ്സ് എത്ര ഹവറാണ്. ഡാഷ് മിനിറ്റ്സ് 3 ഹവേഴ്സ് 20 മിനിറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് മൊത്തം എത്ര മിനിറ്റ്സ് ആണെന്ന് കണ്ടുപിടിക്കണം. പിന്നെ 4 ഹവേഴ്സ് ഡാഷ് ഹവർ 50 മിനിറ്റ്സ് തന്നിട്ടുണ്ട് അല്ലേ. പിന്നെ ഡാഷ് സെക്കൻഡ്സ് എന്നും കൂടെ എഴുതണം. അപ്പോൾ നമുക്കറിയാം 1 ഹവർ എന്ന് പറയുന്നത് എത്ര മിനിറ്റ്സ് ആണ്? 60 മിനിറ്റ്സ് ആണ് 1 ഹവർ എന്ന് പറയുന്നത്. അപ്പോൾ 1 ഹവർ എന്ന് പറയുന്നത് എത്ര സെക്കൻഡ് ആണ്? 1 ഹവർ 60 മിനിറ്റ്സ് ആണ്. അപ്പോൾ എത്ര സെക്കൻഡ് ഉണ്ട്? അപ്പോൾ ഓരോ മിനിറ്റിലും 60 സെക്കൻഡ് ഉണ്ട് അല്ലേ. അപ്പോൾ 60 മിനിറ്റ് ആണ് 1 മണിക്കൂർ എന്ന് പറയുന്നത്. അപ്പോൾ 1 മണിക്കൂറിൽ എത്ര സെക്കൻഡ് ഉണ്ട് എന്ന് എങ്ങനെയാണ് നോക്കുക? 60 ഗുണിക്കണം 60 എത്രയാണ്? 3600 അല്ലേ. 3600 സെക്കൻഡ്സ് ആണ്. ഇത് എഴുതിയിട്ട് ഇനി കാണിക്കേണ്ട ആവശ്യമുണ്ടോ? വേണേ ഇവിടെ ഒന്ന് ജസ്റ്റ് കാണിക്കാം. 60 ഇൻറ്റു 60 0 കൊണ്ട് 0 ഇൻറ്റു ചെയ്യുമ്പോൾ 0 വീണ്ടും 0. ഇവിടെ 6 കൊണ്ട് 0 ഇൻറ്റു ചെയ്യുമ്പോൾ 0 പിന്നെ 6 ഇൻറ്റു 6 എത്രയാണ്? 36. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സെക്കൻഡ് നോക്കുക. അതൊക്കെ മക്കൾ ജസ്റ്റ് ഒന്ന് മനപ്പാടാക്കിയിട്ട് അവിടെ പഠിച്ച് വെച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്മളോട് മൂന്നാമതായിട്ട് ചോദിക്കുന്നത് 180 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ എത്ര ഹവറാണ് എന്ന്. അപ്പോൾ നമുക്കറിയാം 1 ഹവർ എന്ന് പറയുന്നത് 60 മിനിറ്റ്സ് ആണ് അല്ലേ. അപ്പോൾ 60 അപ്പോൾ 1 ഹവറായി. പിന്നെ 60 + 60 എത്രയായി? 120 ആയി. അപ്പോൾ 2 ഹവർ അല്ലേ, 2 ഹവറായി. പിന്നെ ഒരു 60 കൂടെ കൂട്ടുന്ന സമയത്ത് എത്രയായി? പ്ലസ് ചെയ്യുമ്പോൾ 180 ആയി. 180 എന്ന് പറയുമ്പോൾ അപ്പോൾ എത്ര ഹവറായി? 1 2 3 അല്ലേ. 3 ഹവറാണ് 180 എന്ന് പറയുമ്പോൾ. പിന്നെ അടുത്തതോ ഡാഷ് മിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻസർ ഇവിടെ 3 ഹവേഴ്സ് ആൻഡ് 20 മിനിറ്റ്സ് തന്നിട്ടുണ്ട്. ഇപ്പോൾ 3 ഹവേഴ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പം നോക്കി. 1 ഹവർ എന്ന് പറയുന്നത് 60 ആണ് അല്ലേ, 60 മിനിറ്റ് ആണ്. 2 അല്ലേ സെക്കൻഡ് ഹവർ, തേർഡ് ഹവർ. പിന്നെ അതിനോട് നമ്മൾ എത്ര കൂട്ടണം? 20 മിനിറ്റ്സും കൂടെ കൂട്ടണം. അപ്പോൾ എത്രയായി? 180 + 20 എത്രയാണ്? 200 മിനിറ്റ്സ് ആണ് അല്ലേ. 200 മിനിറ്റ്സ് ആണ്. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യന് 4 ഹവേഴ്സ് തന്നിട്ടുണ്ട്, 4 മണിക്കൂർ തന്നിട്ടുണ്ട്. ഡാഷ് ഹവർ ആൻഡ് 50 മിനിറ്റ്സ്. അപ്പോൾ 50 മിനിറ്റ്സ് ഇവിടെ തന്നതുകൊണ്ട് തന്നെ നമുക്ക് 4 ഹവേഴ്സിൻ്റെ ഒന്നും ഇവിടെ എഴുതാൻ പറ്റില്ല. അപ്പം നമുക്കിവിടെ 3 കൊടുക്കാം. 3 ഹവർ ആൻഡ് 50 മിനിറ്റ്സ്. അപ്പോൾ എത്രയായി? 350 ആയി. 360 ആയാലല്ലേ 4 ആവുള്ളൂ. അപ്പോൾ എത്ര വേണം? ഒരു 10 മിനിറ്റ്സ് വേണം. 10 മിനിറ്റ്സ് ബാക്കി ഉണ്ടാവും. ഇപ്പം 10 മിനിറ്റ്സ് അല്ല നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്, സെക്കൻഡ്സ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? 10നെ അല്ലേ 60 കൊണ്ട് ഗുണിക്കുക, ഇൻറ്റു ചെയ്യുക. അപ്പോൾ എത്രയാണ്? 600 അല്ലേ. 600 സെക്കൻഡ്സ് ആണ്. അതെങ്ങനെയാണെന്ന് മനസ്സിലായോ? 1 മിനിറ്റിൽ 60 സെക്കൻഡാണ് 1 മിനിറ്റിൽ ഉണ്ടാവുക. അപ്പോൾ 10 മിനിറ്റ്സിൽ 10 × 60 അല്ലേ 600 സെക്കൻഡ്സ്. അപ്പോൾ ഇതുപോലെ കുറേ വർക്കുകൾ ചെയ്ത് നോക്കുക കേട്ടോ. ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മണിക്കൂറുകൾ ഹവേഴ്സൊക്കെ മാറ്റിയൊക്കെ ചെയ്ത് നോക്കുക. കൂടുതൽ ചെയ്യുന്നതിനനുസരിച്ച് മക്കൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അടുത്ത ചോദ്യം, ഡ്രോ 4 ക്ലോക്ക്സ് മാർക്ക് ടൈം ഓൺ ദം ആസ് 5,
1/4, 4 1/2 ആൻഡ് 3 3/4 ആൻഡ് 6 1/2. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ക്ലോക്ക് വരച്ച് അടയാളപ്പെടുത്തുന്നത് നോക്കാം. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആദ്യം ഒരു ക്ലോക്ക് വരയ്ക്കാം, ഒരു വട്ടം വരയ്ക്കുക. മുകളിൽ 12, പിന്നെ ഏകദേശം നടുഭാഗത്ത് നേരെയായിട്ട് 3 കൊടുക്കാം. പിന്നെ ഇവിടെ താഴെ 6, ഈ 3ക്ക് നേരെയായിട്ട് 9 കൊടുക്കുക അല്ലേ. ഇവിടെ ഓരോ ചെറിയൊരു കുത്ത് പോലെ ഇടുക. എന്നിട്ട് ഇവിടെ 12 കഴിഞ്ഞാൽ 1 2, 3 കഴിഞ്ഞാൽ 4 5, 6 കഴിഞ്ഞാൽ 7 8, 9 കഴിഞ്ഞാൽ 10 11. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കറക്റ്റായിട്ട് അടയാളപ്പെടുത്താൻ പറ്റും. ഇനി നമുക്ക് നടുഭാഗത്തായിട്ട് അല്ലേ മിഡിലൊരു കുത്തിട്ട് കൊടുക്കാം നമുക്ക് പിന്നെ സൂചികൾ വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ എത്രയാണ് 5 1/4 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 5 എന്ന് പറഞ്ഞ സമയത്ത് ചെറിയ സൂചി അല്ലേ, ഇവിടേക്ക് നമ്മൾ 5ൻ്റെ നേരെ 5 1/4 എന്ന് പറയുന്നത് എത്രയാണ്, കാലാണ് അല്ലേ, 4 ഭാഗമാണ്. അപ്പോൾ നമ്മൾ വലിയ സൂചി 3യുടെ നേരെ എഴുതി കൊടുക്കുക, ക്വാർട്ടറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലോക്കിൽ നമ്മൾ ആദ്യം പഠിച്ചു വെക്കേണ്ടത് 12 കഴിഞ്ഞാൽ ഈ 1 എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് പറയുക, 5 എന്നാണ്. 2 എത്തുമ്പോൾ അത് എത്രയായി, 10 ആയി. 3 എത്തുമ്പോൾ എത്രയായി, 15 ആയി. അപ്പോൾ ഈ 1/4 എന്ന് പറയുന്നത് 15 ആണ് കേട്ടോ. അതുപോലെ തന്നെ 1/2 ഹാഫ് എന്ന് പറയുന്നത് എത്രയാണ്, 30 ആണ്. പിന്നെ 30 എന്ന് പറയുന്നത് അപ്പോൾ എവിടെ എത്തും, 6 മലാട്ടോ എത്തുക. 30 എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന സമയത്ത് 30 എന്നാണ് പറയാം. ഇവിടെ 5 10 15 20 25 30 അങ്ങനെ 5 കൂട്ടിയാണ് പോകേണ്ടത്. ഇനി 3/4 എന്ന് പറയുമ്പോൾ എത്രയാണ്, 45 ആണ്. അപ്പം 9 മല എത്തും. ഇവിടെ 15, ഇവിടെ 30, ഇവിടെ 45, ഇവിടെ 60. ആ ഒരു 60 ഇങ്ങനെയാണ് റൗണ്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു നീഡിൽസ് വരയ്ക്കാൻ പറ്റും കേട്ടോ. പിന്നെ 4/4 1/2 ആണ് അടുത്ത ചോദ്യം വരുന്നത്. അപ്പം നമുക്ക് എങ്ങനെ എവിടെയൊക്കെ വരയ്ക്കാം, 4ലാണ് ചെറിയ സൂചി, 4ന് നേരെ ചെറിയ സൂചി. 1/2 എന്ന് പറയുമ്പോൾ എത്രയാണ്, ഹാഫാണ്. ഹാഫ് എന്ന് പറയുമ്പോൾ എത്രയാണ്, 6ന് നേരെ വലിയ സൂചി 30 ആണ്, അര, ഹാഫ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. പിന്നെ 3 3/4 അപ്പോൾ മുക്കാലാണ് അല്ലേ. 3 3/4 എന്ന് പറയുന്ന സമയത്ത് എത്രയാണ്, നമ്മളിപ്പം പറഞ്ഞു 3/4 എന്ന് പറയുന്നത് 45 ആണ്. 45 എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ 3യുടെ നേരെ നമുക്ക് ചെറിയ സൂചി വരയ്ക്കാം. വലിയ സൂചി വരയ്ക്കുന്ന സമയത്ത് 45 അല്ലേ. 9ന് നേരെ വരയ്ക്കാം. ഇനി 6 1/2 ആണ്. അപ്പോൾ നമുക്ക് ചെറിയ സൂചി 6ന് നേരെ വരയ്ക്കുക. 1/2 എന്ന് പറയുന്ന സമയത്ത് എത്രയാ, ഇവിടെ തന്നെ വലിയ സൂചിയും വരയ്ക്കുക. അപ്പോൾ ചെറിയ സൂചി അല്ലേ, ചെറിയ സൂചി നമ്മൾ വരയ്ക്കുന്ന സമയത്ത് 1 2 3 4 തന്നെയാണ് ഇത് കൗണ്ട് ചെയ്യുക. പക്ഷേ വലിയ സൂചിയുടെ നേരെ എത്തുമ്പോൾ 5 10 15 അങ്ങനെയാണ് കേട്ടോ വരിക. അപ്പം നമ്മൾ എത്രയാണോ ഹവർ പറയുന്ന സമയത്ത് 1 2 3 12 വരെ ഹവർ പറയാം. മിനിറ്റ്സ് പറയുന്ന സമയത്ത് നമ്മൾ 1 2 3 തന്നെ 60 വരെയുള്ള നമ്പറിൽ 1 എത്തുമ്പോൾ 5 2 എത്തുമ്പോൾ 10 ആ രീതിക്ക് പറയാം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ഭാഗം പെട്ടെന്ന് തന്നെ നാളെ അപ്ലോഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ മക്കൾ നന്നായിട്ട് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ സ്റ്റഡി ടൈമിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.